വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണ് ബിജുചേട്ടാ. ചൈന പാകിസ്ഥാന് ശക്തമായ പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചൈന പറയുന്നത് പാകിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നുള്ളതാണ്. ഇന്ത്യക്ക് ചൈന പാകിസ്ഥാന്റെ പിറകിൽ വരുമ്പോൾ ചൈനയെ കൂടെ നേരിടാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. ഇന്ത്യക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെ മിലിറ്ററി ശേഷിയോട് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് അങ്ങനെ ഒരു സംശയം അവിടെ ഉള്ളപ്പോഴാണ് ഇനിയിപ്പോ കമന്റിന്റെ താഴെ വന്ന് കുറെ ആൾക്കാർ എന്നെ തെറി പറയുമായിരിക്കും. അത് ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. നീ ആരാടാ ഇന്ത്യയുടെ മറ്റേ ചോദ്യം ചെയ്യാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യയുടെ മിലിറ്ററി ഫോഴ്സുകൾക്കും അതിനും അതുകൊണ്ടാണ് ഇപ്പോ അമേരിക്ക ചൈനയ്ക്ക് താക്കീതുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഉറപ്പായിട്ടും എന്താണ് ഇത്തരത്തിലൊരു പിന്തുണ നിങ്ങൾ പാകിസ്ഥാന് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ നിരുപാധികമായിട്ടുള്ള പിന്തുണ ഇന്ത്യക്കാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ വാക്ക് ഉപയോഗിക്കുന്നതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. ഈ നാറിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും ഞങ്ങൾക്ക് തുല്യരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മാറ്റി പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു യുദ്ധം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും എന്നുള്ളതാണ് പല ആൾക്കാരുടെ വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഡെവലപ്മെന്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. വളരെയധികം ദ്രുതഗതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചറിലായിരുന്നാലും ഇന്ത്യയുടെ GDP കുതിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപം ഇങ്ങോട്ടേക്ക് വരുന്നു. ഏഷ്യയിൽ ഒരു സൂപ്പർ പവറായി ഇന്ത്യ ഉയർന്നു വരാനായിട്ട് പോകുന്നു. ഇതേപോലെ ഇന്ത്യ ഒരു 10-20 കൊല്ലം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ചൈനയെ ബീറ്റ് ചെയ്ത് മുകളിലേക്ക് വരാൻ സാധിക്കും. അമേരിക്കയ്ക്ക് അത് താല്പര്യമില്ല. കാരണം ഇന്ത്യ ചൈനയെ ബീറ്റ് ചെയ്ത് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ ഒരു പവർ ഉണ്ടാവില്ല എന്ന് അമേരിക്ക വിചാരിക്കുന്നു. നമ്മൾക്ക് ഇങ്ങനെ നമ്മളോട് ചിരിച്ചു നിൽക്കുന്ന പല രാജ്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ച ആഗ്രഹിക്കാത്ത രാജ്യങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. ആകപ്പാടെ നമ്മളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത് റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഇന്ത്യയെ ഈ യുദ്ധക്കെണിയിലേക്ക് പല രാജ്യങ്ങളും വലിച്ചിടാൻ ശ്രമിക്കുമ്പോഴും ഇവിടെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ വ്യവസായം ഉണ്ടാവില്ല. കാരണം ഒരു യുദ്ധമുള്ള രാജ്യത്ത് വ്യവസായികളൊന്നും നിൽക്കില്ല. അവരെല്ലാം ഇവിടെ വിട്ടു പോകും. നിക്ഷേപകർ നിൽക്കില്ല. നമ്മൾ കൊടും പട്ടിണിയിലേക്ക് പോകും. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം താറുമാറാകും. പോരാത്തതിന് നമ്മുടെ വികസനം ഇവിടെ അതിഭീകരമായിട്ട് നിലയ്ക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ ചൈന കൂടെ ഈ ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് പാകിസ്ഥാന് പുറകിൽ ചൈന അണിനിരക്കുന്നു. ഇസ്ലാമാബാദിൽ തുർക്കിയുടെ ആയുധങ്ങൾ വന്നിറങ്ങുന്നു. അതിനു മുമ്പ് ചൈനയുടെ ആയുധങ്ങൾ പാകിസ്ഥാനിൽ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഒരു ഭാഗത്ത് ഒരു ചേരിയായിട്ട് അത് മാറിക്കഴിഞ്ഞു. ഈ മറുഭാഗത്ത് അമേരിക്ക ഇന്ത്യക്ക് പിറകിൽ വന്നു നിൽക്കുന്നു. ഇന്ത്യക്ക് പിന്തുണ എന്ന് പറയുന്നു. അങ്ങനെ ഈ സ്റ്റോറി ഇങ്ങനെ ഡെവലപ്പായി പോവുകയാണ്. അതിനിടയിൽ ഇന്ത്യക്കകത്ത് കടന്നുകൊണ്ട് തന്നെ കുറെ ക്ഷുദ്രശക്തികൾ ഇന്ത്യക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ചുറ്റും നോക്കിക്കഴിഞ്ഞാലും ശത്രുക്കളാണ്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശത്രുക്കളാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചുറ്റും നോക്കുമ്പോൾ ഒരു കടലിന്റെ നടുക്ക് നിൽക്കുമ്പോഴാണ് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ രാജ്യങ്ങൾക്കെല്ലാം അവനവന്റേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. നമ്മളെ ഉദ്ധരിക്കാനൊന്നുമല്ല അവന്മാര് നമ്മുടെ പിറകെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് സുവ്യക്തമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോ ഇന്ത്യ ഓരോ MP-മാരെയും പറഞ്ഞ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിടാൻ പോവുകയാണ് അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം ഈ വിദേശകാര്യമന്ത്രി താലിബാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഇന്ത്യ ചർച്ച നടത്തി എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. സകല രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യ ഓടി നടന്ന് ഉറപ്പാക്കുകയാണ്. ഈ ചൈന കൂടെ ഈ പാകിസ്ഥാനെ ബാക്ക് ചെയ്യാൻ വന്നപ്പോൾ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. തിരിച്ചടി ഇനിയും വൈകാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്തായാലും ഞാൻ പേഴ്സണലി ബിജുചേട്ടനോട് ചോദിക്കുന്നത്, ഇത് സമ്പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് എന്തായാലും ഇന്ത്യ കൊണ്ടെത്തിക്കില്ല. കാരണം അത് ഒരു കെണിയാണ് എന്ന് നമ്മുടെ രാജ്യത്തിന് അറിയാം. പക്ഷെ തിരിച്ചടിച്ചാൽ മതിയാവും. കാരണം ഇത്രയും വലിയൊരു അറ്റാക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് നടന്നിട്ട് തിരിച്ചടിച്ചില്ല എന്ന് പറയുമ്പോൾ, പാകിസ്ഥാനകത്ത് കയറി ഇന്ത്യ ഒരു അറ്റാക്ക് നടത്തിയില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവവുമാണ്. സത്യം പറഞ്ഞ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണോ നമ്മൾ? എന്താണ് തോന്നുന്നത്? ശരിക്കും കെണിയിൽ നമ്മളല്ല അകപ്പെട്ടിരിക്കുന്നത്, പാകിസ്ഥാൻ നമ്മൾ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഈ ചൈന ബാക്ക് ചെയ്യുന്നു, തുർക്കി ഇത് ചെയ്യുന്നു, ഒരുപക്ഷെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ രഹസ്യമായിട്ടൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാകും. അവർക്ക് പ്രശ്നം, അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, ഈ രാജ്യങ്ങളുടെയൊക്കെ. കാരണം ഇന്ത്യ ഇപ്പോൾ നേരത്തെ ധനുഷ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ സാമ്പത്തികമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയാൽ തിരിച്ചടി ഏറ്റവും കൂടുതൽ വരുന്ന ഇന്ത്യക്കാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒന്നുമില്ല. കാരണം ഒന്നുമില്ല അവരുടെ കയ്യിൽ. 40% ദാരിദ്ര്യമുള്ള ഒരു ജനങ്ങളുള്ള ഒരു രാജ്യം, ഒരു കുന്തവും ഇല്ല, GDP ഇല്ല, ഒന്നുമില്ല, താഴെ കിടക്കുന്ന ഒരു രാജ്യം.
അവർക്ക് സംബന്ധിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല, അതൊരു രാജ്യമാണ്. അപ്പൊ അവരെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു. കഴിഞ്ഞ ദിവസം അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, കഴിഞ്ഞ 30 വർഷമായിട്ട് യൂറോപ്യൻസ് ആണ് ഞങ്ങളെ കൊണ്ട് ഈ ജിഹാദി പ്രവർത്തനം ഇല്ലെങ്കിൽ ടെറർ പ്രവർത്തനം നടത്തിക്കുന്നത് അവരാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നശിച്ചു പോയത് അങ്ങനെയാണെന്ന് അവർ പറഞ്ഞു. ഇപ്പോഴും ഇവരെല്ലാം കൂടെ എരിവ് കയറ്റിക്കൊടുത്ത് നമ്മൾ ഉക്രൈന്റെ അവസ്ഥ കണ്ടായിരുന്നു ധനുഷ്. ആ ഉക്രൈൻ ആ റഷ്യയുമായിട്ട് ചെന്ന് ചാടി ഇപ്പം ഉക്രൈന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥ. പകുതി കൂടുതൽ സ്ഥലവും അമേരിക്ക കൊണ്ടുപോയി കഴിഞ്ഞു അവിടുത്തെ ഉക്രൈന്റെ. കാരണം അവരുടെ വ്യവസായ ഇത് വന്നിരിക്കുന്നു, സ്ഥലങ്ങൾ മൊത്തം അതെ. എഴുതി മേടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം സെലൻസ്കിയെ ബാക്കി കൂടെ എഴുതി റഷ്യയും മേടിച്ചു കൊണ്ടുപോകും. കഴിഞ്ഞാൽ യുക്രൈൻ മുഴുവൻ അവർ ബാക്കി റഷ്യയെ കൊണ്ട്. ഇതാണ് അവരുടെ അവസ്ഥ. പാകിസ്ഥാൻ ഇതൊക്കെ തന്നെ. ഇത് പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം ഇങ്ങനെയുള്ള ഒരു സാധനമാണെന്നുള്ളത്. അത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഈ ചൈനയെ സംബന്ധിച്ച് ഇതൊരു വലിയ യുദ്ധമായി വന്നാൽ ചൈനയ്ക്ക് നല്ലതാണ്. കാരണം ഇന്ത്യ കുറെ ബാക്കിലേക്ക് പോകും. കാരണം സാമ്പത്തികപരമായിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടായ കുതിപ്പ് നമുക്ക് താഴോട്ട് പോകുന്നു. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ ചൈന ഏഷ്യയിൽ ഒരു വലിയ പവറായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. ഈ ഇന്ത്യ പിന്നാക്കം പോകുന്ന ആ ഗ്യാപ്പിലേക്ക് ചൈനയ്ക്ക് കയറാനും കഴിയും. ഇതാണ് ചൈന ലക്ഷ്യമാക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ വളരെ കരുതലോടെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത്. ഇന്ത്യ അടിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചർച്ചകളിലൂടെ നമ്മൾ പറഞ്ഞു തന്നെ, ഓരോ പോയിന്റ് മാത്രം ഒരു സ്പോട്ട് ചെയ്തിട്ട് അവിടെ മാത്രമുള്ള ഒരു ഉം. അടിയാണ്. അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കിപ്പം ഈ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നമുക്കിപ്പോ അടിക്കട ഇടിക്കട എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷെ നമ്മുടെ ധാരണ മുഴുവൻ നമുക്ക് ഈ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നും വരില്ലെന്ന്. നമുക്കും കുഴപ്പം വരും. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു സ്റ്റേറ്റ് കേരളമാണ്. പ്രത്യേകിച്ച് മുൻപ് യുദ്ധം ഉണ്ടായപ്പോൾ ലക്ഷദ്വീപ് പിടിച്ചെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നതാണ്. മുമ്പ് ബോംബ് വീണപ്പോൾ അതിന്റെ ഒന്ന് നമ്മുടെ കൊച്ചിയിൽ പാകിസ്ഥാന്റെ ഒരു ബോംബ് വീണതാണ്. ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് യുദ്ധം വരുമ്പോൾ നമുക്ക് എവിടെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഇതിനകത്ത് ഒരു വലിയ ഒരു 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 പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ അടുക്കി പിടിക്ക് ഫുൾ സ്കെയില് പോകണം, പാകിസ്ഥാനെ തകർക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ യുദ്ധാനന്തരം ഈ യുദ്ധത്തോട് കൂടി സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് എണ്ണയ്ക്ക് വലിയ ഷോർട്ടേജ് ഉണ്ടാകും. അതായത് നമ്മുടെ ഈ വാതകത്തിന് ഷോർട്ടേജ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ ഡീസലിന് ഷോർട്ടേജ് ഉണ്ടാകും. ഒപ്പം തന്നെ പല സാധനങ്ങൾക്കും വില കൂടും. ഇതിന്റെ ഇടയിൽ നമ്മുടെ രാജ്യത്ത് നല്ലവരായ കച്ചവടക്കാർ ചില സമയത്ത് കുറച്ചുപേരെങ്കിലും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടത്തും. സാധനങ്ങൾക്ക് തീ പിടിക്കുന്ന വിലയാകും. അന്നേരം ഈ ആവേശമൊന്നും ആർക്കും കാണത്തില്ല. നേരെ ഓപ്പോസിറ്റ് പോസ്റ്റുകളും വീഡിയോകളും ഒക്കെ ആയിരിക്കും വരുന്നത്. രാജ്യം പട്ടിണിയിലേക്ക് പോകുന്നു, ഞങ്ങൾക്ക് ജീവിക്കാം. പെട്രോളിന് 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നെഞ്ചത്തടിയും നിലവിളിയും നടക്കുന്ന ഈ നാട്ടിൽ ഒരു 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പെട്രോളിന്റെ ഒക്കെ വില ഇപ്പോൾ ഉള്ളതിനേക്കാൾ 150 രൂപ ചിലപ്പോൾ 1 ലിറ്റർ പെട്രോളിന് വേണമെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ? അപ്പോഴീ ഉം. ആവേശമൊന്നും കാണത്തില്ല. അപ്പൊ അതിനൊരിക്കലും ഇന്ത്യ മുമ്പോട്ട് പോകാൻ സാധ്യതയില്ല. കാരണം ഇസ്രയേൽ പോലെ അല്ല ഇന്ത്യ. ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് മുൻപിൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഈ ഈ ഡിഫൻസിന്റെ ഫണ്ടിന്റെ ഒരു വലിയ വിഭാഗം കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കൻ ഡിഫൻസ് ബഡ്ജറ്റിന്റെ 10% അവർ ഇസ്രയേലിന് വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കൂടാതെ ആയുധങ്ങളും വേറെ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ചുമ്മാ ഇരുന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. കാരണം ഈ സാധനങ്ങളെല്ലാം അവിടുന്ന് വരുന്നുണ്ട്, ഫണ്ടും വരുന്നുണ്ട്. അവർക്ക് ടെൻഷൻ. ഉം. അതുപോലല്ല ഇന്ത്യയെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കേ കാണുകയുള്ളൂ. അത് ഒരു ഇച്ചിരി കട്ടിക്കായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ഈ ചൈന പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയ്ക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ അത്ഭുതവും ഞെട്ടലോ ഒന്നുമില്ല. കാരണം ഇന്ന് വരെ ചൈന അതെ. നമ്മുടെ കൂടെ നിൽക്കാത്ത ഒരു രാജ്യമാണ്. നമുക്കറിയാം, ഇത് ചൈനയാണ് നമ്മുടെ വലിയ ശത്രുവും. തുറന്നു പറഞ്ഞ നമ്മുടെ ഒരു പ്രതിരോധ മന്ത്രിയായിരുന്നു ശ്രീ ജോർജ് ഫെർണാണ്ടസ്, വാജ്പേയിയുടെ കാലത്ത്. ഉം. കാർഗിൽ യുദ്ധസഭയൊക്കെ ആയിരുന്നു. ആ ജോർജ് ഉം. ഫെർണാണ്ടസിനെ എങ്ങനെയാണ് ആ ചൈന തകർത്തതെന്ന് നമ്മൾ കണ്ടതാണ്. ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞൊരു വലിയ അലിഗേഷൻ അദ്ദേഹത്തിനെതിരെ കൊണ്ടിരുന്നു. അദ്ദേഹം അവസാനം എന്തായി? രോഗാതുരനായി അദ്ദേഹം. അപ്പൊ ഭരണം സ്വാഭാവികമായി പോയിരുന്നു. രോഗാതുരനായി അദ്ദേഹം കിടക്കുമ്പോഴൊക്കെ ഇത് ഒന്നുമല്ലായിരുന്നു, അങ്ങനെ ഒരു കുംഭകോണം നടന്നിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പിന്നീട് വന്നത്. പക്ഷെ ഇപ്പോഴാ നിലയിലല്ല ഇന്ത്യ. കാരണം അങ്ങനെ ഒരു അലിഗേഷൻ വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും സഹായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടന സഹായിച്ചുകൊണ്ട് ചൈനയ്ക്ക് ആ മൂവ്മെന്റ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടത്താൻ കഴിയില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഭരണവും മന്ത്രിമാരും ഒക്കെയാണ് ഉള്ളത് അവിടെ. അപ്പൊ അങ്ങനെയുള്ള അലിഗേഷൻ, കാരണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. സോറോസിനെയൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങൾ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അതാണ് ഈ അദാനിയുടെ കമ്പനിയുടെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയിട്ട് അതൊന്നും ഇപ്പൊ വിജയിക്കുന്നില്ല അതിന്റെ ഇന്ത്യയിൽ. സത്യമൊക്കെ വിജയിക്കാൻ പുറത്തു വന്നല്ലോ. കഴിയാത്ത ഇപ്പൊ ഈ ഇടയ്ക്കാണ് സത്യം പുറത്തു വന്നത്. വന്നു. അതിനകത്തുള്ള ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അത് മോദിയെ പൊളിക്കാനായിട്ട് ഒരു പ്ലാൻഡ് അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഇനിയിപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇനി നടക്കത്തില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായി തന്നെ ചൈന ഇപ്പൊ പാകിസ്ഥാന്റെ ഒരു പാർട്ണറാണ്. അവരുടെ പ്രധാനപ്പെട്ട പാർട്ണർ ചൈനയാണ്. ചൈനയാണ് അവരുടെ ആണവ റിയാക്ടറിന് ഉൾപ്പെടെ സഹായം നൽകുന്നത്, ആയുധങ്ങൾ നൽകുന്നത്. അപ്പൊ അങ്ങനെ നൽകുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായി തന്നെ ഒരു ടെൻഷൻ നിലനിൽക്കുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു സാമാന്യ കാര്യം തന്നെയാണ്. അതവർ ചൈന ചെയ്യുന്നു. ചൈനയെ കണ്ടിട്ട് ഇന്ത്യക്ക് യുദ്ധത്തിന് പോകാൻ കഴിയില്ലല്ലോ. പിന്നെ ചൈന ഇന്ത്യ അറ്റാക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അറ്റാക്ക് ചെയ്യില്ല. അതിന് കാര്യം,
അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് ചൈനയ്ക്ക് പോകാൻ വയ്യാത്ത സാഹചര്യം. നമ്മൾ നേരത്തെ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ചൈനയ്ക്കും നേരിട്ടൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ല. കാരണം അവരും വലിയ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരും ഒന്നാമതാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ ഈ താരിഫിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അവർക്ക് പലയിടത്തും തിരിച്ചടികൾ നേരിടുന്നുണ്ട്. അവർ തൊട്ട സ്ഥലങ്ങളിലെല്ലാം ശ്രീലങ്ക അടക്കം അവർക്ക് കൈകൊള്ളിയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയെ, കാരണം ഒരു യുദ്ധത്തിന് പോവുക എന്ന് വെച്ചാൽ നമ്മൾ വിടുന്ന ഒരു മിസൈൽ ആയാൽ പോലും, ഒരു വെടിയുണ്ട ആയാൽ പോലും അതിനൊരു തുക ചെലവാകുന്നുണ്ട് നമുക്ക്. അതെ അതെ അല്ലാതെ വെറുതെ സിനിമയിൽ കാണുന്നതൊക്കെ നായകൻ ഇങ്ങോട്ട് ഇറങ്ങി വെടിവെക്കുകയല്ല. ഒരു തോക്ക് ഉപയോഗിക്കുമ്പോൾ അതെ അതിനകത്തുള്ള ബുള്ളറ്റിന്റെ നായകൻ വെടിവെക്കുന്ന പണം, അത് ബുള്ളറ്റില് തൊട്ടുള്ള തോക്കില് ബുള്ളറ്റ് തീരില്ലല്ലോ, വെടി ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. തീരില്ല, വെക്കൊണ്ടേയിരിക്കും. അതെ അപ്പം വെടിയുണ്ടകൾ, കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങൾക്ക്, ഇസ്രായേലൊക്കെ ഈ ഹമാസിനെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വെടിയുണ്ടകൾക്ക് ഷോർട്ടേജ് വന്നിരുന്നു. അപ്പൊ ഇന്ത്യ എന്നൊക്കെയാണ് അവർ ഉം. കൂടുതൽ വെടിയുണ്ടകൾ വാങ്ങിയത്. അത് തൊട്ട് അതെ അതെ ഞാൻ ചെറിയൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ സൈനിക വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളോ ഇല്ലെങ്കിൽ 100-110 മൈലേജ് കിട്ടുന്ന വാഹനങ്ങളോ ഒന്നും അല്ല. 2-3 മൈൽ, അതിന്റെ മൈലേജ് പോലും ആരും തിരക്കാറില്ല. അത്രയും ഹെവി വെഹിക്കിൾസ് അതെ ഒക്കെ ഒരു ദിവസം ചലിക്കണമെങ്കിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് കോടികൾ ചെലവാകും. അത് ഒരിടത്തു നിന്ന് ഒരിടത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ, അതായത് ജയ്പൂരിലുള്ള ഒരു വിമാനം മൂവ് ചെയ്യണമെങ്കിലോ ഇല്ലെങ്കിൽ ഈ ടാങ്കർ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പൊ മൂവ് ചെയ്യണമെങ്കിൽ നല്ലൊരു ടാങ്കറൊക്കെ പോകണമെങ്കിൽ നല്ല എമൗണ്ട് ആകും നമുക്ക്. അപ്പൊ നമുക്കൊരു ഒരു മാസത്തിലെ 2 മാസമൊക്കെ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാമ്പത്തിക പ്രതിസന്ധി വരും? റഷ്യയെ കണ്ടില്ലേ? റഷ്യ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതുണ്ടാകില്ല. ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാകും. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് അത് തെളിയിച്ചിട്ടുമുണ്ട്. ഉറിയിലെ വിഷയത്തിലായാലും പുൽവാമയിലെ വിഷയത്തിലായാലും ഒക്കെ നമ്മൾ എയർ സ്ട്രൈക്കും സർജിക്കൽ സ്ട്രൈക്കും ഒക്കെ നടത്തി നമുക്കത് പറ്റും, നമ്മൾ ചെയ്യുന്നവരാണ് എന്നവരെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഒരു അറ്റാക്ക് ആയിരിക്കും പോകുന്നത്. ഇപ്പൊ തുർക്കിയും ചൈനയും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൽ ആർക്കും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അവർ ഓൾറെഡി അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണ്. ഇനി ഇപ്പൊ രണ്ടാമത് ധനുഷ് പറഞ്ഞൊരു കാര്യം, അവർക്ക് അവരുടെ ഈ മിസൈലുണ്ട്, ആയുധങ്ങൾ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. ശരി, അതെല്ലാം ഉണ്ടാകാം, കാരണം ഒരു രാജ്യമാണ്, അവരൊക്കെ അങ്ങനെയുള്ള ടെക്നോളജി സ്വന്തമാക്കിയ. പക്ഷെ ആ ആയുധത്തിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്നുള്ളൊരു പ്രധാന ചോദ്യമാണ്. അതിന് കാരണം ഇപ്പൊ നമ്മള് ബ്രഹ്മോസ് മിസൈൽ ഉണ്ട്. ബ്രഹ്മോസ് മിസൈൽ ഇന്ന് ലോകത്തെ 80 രാജ്യങ്ങളാണ് അത് വാങ്ങുന്നത്. ഉം. പാകിസ്ഥാൻ ഏതെങ്കിലും മിസൈൽ ഏതെങ്കിലും രാജ്യം വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ നമുക്കിപ്പം നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ അതിപ്പം വിഷുവിന് പൊട്ടിക്കുന്ന ഒരു പടക്കമാണെങ്കിൽ പോലും ക്വാളിറ്റിയുള്ള പടക്കങ്ങളാണ് നമ്മൾ വാങ്ങാറുള്ളത് സാധാരണ. അല്ല അപ്പൊ നമ്മൾ ബിജുട്ടാ, അതിന്റെ ഇതിൽ ബ്രാൻഡ് അനുസരിച്ച് പ്രധാനമായിട്ട് വാങ്ങും. ഉയർന്നു വരുന്ന ഒരു 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 ആംഗിൾ എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയർ ആയുധങ്ങളുടെ സ്റ്റോക്ക് പൈലുകളുടെ കാര്യത്തിൽ നമ്മളും പാകിസ്ഥാനും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. ആണവ ആയുധങ്ങളുടെ ശേഷിയിൽ ഒരുപക്ഷെ പാകിസ്ഥാനെക്കാട്ടിലും 3-4 ഇരട്ടി വമ്പൻ സൈനിക ഇത് എന്താ പറയുക, സൈനിക ശക്തിയാണ് ഇന്ത്യയെങ്കിലും ഈ ന്യൂക്ലിയർ വെപ്പന്റെ കാര്യത്തിലാണ് ആ ഒരു സംശയം വരുന്നത്. പ്രധാനമായിട്ടും ഈ അവിടെയുള്ള ഈ ജനാധിപത്യമൊന്നും അല്ലല്ലോ, അവിടെ ഈ പട്ടാളക്കാര് എന്താണോ പറയുന്നത് അത് തന്നെയാണ് അവിടുത്തെ വേദവാക്യം എന്ന് പറയുന്നത്. അവിടുത്തെ നേതാക്കൾ പറയുന്നൊന്നും പട്ടാളക്കാർ കേൾക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ അവർ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ഉറപ്പൊന്നും ഒരു രാജ്യത്തിനും തരാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്ക് തീരെ തരാൻ കഴിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അവരുടെ ഈ ഷഹീൻ-3 എന്ന് പറയുന്ന MRBM മിസൈലുകൾക്ക് 2750 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. അത് ഇന്ത്യയിലെ ഏത് നഗരങ്ങളെയും ആൻഡമാൻ നിക്കോബാർ അടക്കം അത് ആക്രമിക്കാൻ ശേഷിയുള്ളതാണെന്നാണ് ഇപ്പോ ഉയർന്നു വരുന്ന വാദം എന്ന് പറയുന്നത്. ഇത് പോരാത്തതിന് 1 ടൺ ഭാരമുള്ള പേലോഡുകൾ വഹിക്കാവുന്ന ശേഷിയും ഇതിനുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ഹിറോഷിമയിൽ ഇട്ട ന്യൂക്ലിയർ ബോംബ് കേവലം 19 കിലോ ടൺ ആണ്. ഈ ഇവർക്ക് ശേഷിയുള്ളത് 15-50 കിലോ ടൺ ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുള്ള ഈ മിസൈലുകൾ ഇവർക്കുണ്ടെന്ന് പറയുന്നത്. അതിനെക്കാട്ടിലും കൂടുതൽ വലിയ മിസൈലുകൾ അഗ്നി-5, അഗ്നി-3 മിസൈലുകൾ, പാകിസ്ഥാന്റെ ഷഹീൻ-3യും കവച്ചു വയ്ക്കുന്ന മിസൈലുകൾ നമുക്കുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്കും ഈ മിസൈൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട, ഇവിടെയുള്ള പല പ്രതിരോധ വിദഗ്ധരും ഉയർത്തുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു ഒരു ഭീഷണി, അല്ലെങ്കിൽ അവരുടെ ഒരു ആകുലത എന്ന് പറയുന്നത്. അത് ശരിയാണ്, അത് ധനുഷ് പറഞ്ഞത് ശരിയാണ്. കാരണം ആണവായുധമുള്ള രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. അപ്പോ ഉം. അത് ഈ പറഞ്ഞ കണക്ക് ഒരു വെളിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാത്ത ഭരണാധികാരികൾക്ക് വലിയ റോളൊന്നുമില്ല. അവിടെ പട്ടാളമാണ്. ഈ പട്ടാളം തന്നെ അനവധി കലാപം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പൊ തുടങ്ങിയതല്ല കലാപം, നേരത്തെ മുതൽ തന്നെ വലിയ കലാപമാണ്. ഈ ബലൂചിസ്ഥാനിലൊക്കെ ഇയാള് അനധികൃതമായി ഇടപെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇവരുടെ ബന്ധുക്കളെ മുഴുവൻ ഇതിന്റെ തലപ്പത്ത് ഒക്കെ കൊണ്ടുവെക്കുന്നു, കോൺട്രാക്ടുകൾ മുഴുവൻ ഈ ബന്ധുക്കൾക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആരോപണം നേരിടുന്നുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് വരും. പക്ഷെ അത് പാകിസ്ഥാനെയും ഇതേപോലെ തന്നെ ഭയപ്പെടുന്നുണ്ട്. അവർക്ക് ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു നഗരം നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതായി പോകും. അതിനവരൊരിക്കലും നിന്നു കൊടുക്കില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ടാണെങ്കിൽ ഇന്ത്യ അത് ചെയ്യും.
കാരണം നമുക്ക് നമ്മൾ ആണവായുധം ഉപയോഗിക്കില്ല എന്നാണ് പല രാജ്യങ്ങളുടെയും പോളിസി. ഇന്ത്യയുടെ പോളിസി ശ്രദ്ധിച്ച് മനസ്സിലാക്കും. നമ്മുടെ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ലെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതായത് ആദ്യം നമ്മളായിരിക്കില്ല ഉപയോഗിക്കുന്നത്, ഉപയോഗിച്ചാൽ നമ്മൾ ഉപയോഗിക്കും എന്നാണ് നമ്മുടെ പോളിസി. എന്നാൽ പല രാജ്യങ്ങളും അങ്ങനെയല്ല, ആണവായുധം ഞങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ യുദ്ധങ്ങൾക്ക് ആണവായുധം ഉപയോഗിക്കില്ല, ഇത് ഞങ്ങളുടെ പോളിസിയാണ്. പക്ഷെ ഇന്ത്യയുടെ പോളിസി അതല്ല, ആദ്യം ഉപയോഗിക്കില്ല, അത് നമ്മുടെ പോളിസിയാണ്. നമ്മൾ അങ്ങോട്ട് കയറി ഉപയോഗിക്കില്ല, ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു ഉപയോഗിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് പാകിസ്ഥാൻ ഒരിക്കലും മുതിരാൻ കാര്യമില്ല, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇങ്ങോട്ടൊരു ആണവായുധം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇന്ത്യ അത് ഉപയോഗിക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ പറയും അവരൊരെണ്ണം ഇട്ടു, നമ്മൾ തിരിച്ചിടാൻ നിൽക്കണോ എന്ന് ഇവിടെയുള്ള കുറെ നാറുകൾ തന്നെ പറഞ്ഞു തുടങ്ങും. ഇപ്പൊ തന്നെ കുറെ എണ്ണം പറയുന്നുണ്ട് ഇവിടെ കിടന്നുണ്ട്. മറ്റേ രാകേഷ് ടിക്കായത്തൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. മറ്റേ സിന്ധു നദീജല കരാർ എന്തിനാണ് കട്ട് ചെയ്ത് കളഞ്ഞത്, അവിടെയുള്ളതും പാവം കർഷകരല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്റെയൊക്കെ വായിൽ ഗ്രീസ് ഉരുക്കി ഒഴിക്കണം സത്യമായിട്ട്. അല്ല, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് വണ്ടികൾക്ക് വലിയ പ്രാധാന്യമില്ല. അത് പിന്നെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അതിന്റെ പിന്നെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സൈന്യം തന്നെയാണ്. അവർക്ക് എപ്പോ അടിക്കണം, എങ്ങനെ അടിക്കണം എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. അത് അപ്പം അതാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ ഇപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാ രാജ്യങ്ങളും കൂടെ ഇന്ത്യയുടെ തിരിച്ചടി കഴിയുമ്പോൾ തന്നെ എല്ലാ രാജ്യങ്ങളും കൂടെ ഇടപെട്ട് കഴിഞ്ഞിട്ട് ഇതൊരു കോംപ്രമൈസ് ഇല്ല, ഇന്ത്യ തണുപ്പിക്കാനുള്ള നടപടിയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. എനിക്ക് തോന്നുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇതൊരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യാക്രമണമായിരിക്കും. ഒരുപക്ഷെ അവരുടെ സൈനിക ഡിപ്പോകളിലോ അല്ലെങ്കിൽ സൈനിക ആസ്ഥാനത്തോ ഒപ്പം തന്നെ ഈ പറയുന്ന അവരുടെ ഈ പ്രധാനപ്പെട്ട ടെററിസ്റ്റ് കേന്ദ്രങ്ങളിലോ ഒക്കെ ആയിരിക്കും നമ്മുടെ അറ്റാക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത്. ഈ ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ലാതെ ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാൻ ലോകത്ത് ഇപ്പോൾ ഒരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നില്ല. പിന്നെ സ്വാഭാവികമായി ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അഫ്ഗാനിസ്ഥാനുമായിട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് നമ്മൾ ബാക്ക്ഡോർ സംഭാഷണങ്ങൾ ഏർപ്പെടാറുണ്ട്. UAE ആണ് അതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. UAE വഴിയാണ് അഫ്ഗാൻ താലിബാൻ മന്ത്രിമാർ. കാരണം നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ താലിബാനെ അംഗീകരിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ അൺഒഫീഷ്യലായിട്ട് താലിബാൻ രൂപീകരിച്ചത് മുതൽ, അതായത് പുതിയ അഫ്ഗാൻ ഭരണകൂടം വന്നത് മുതൽ നമ്മൾ ബാക്ക്ഡോർ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. നമ്മൾ അവിടെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. അവർക്കിപ്പോ പാകിസ്ഥാനേക്കാൾ കൂടുതൽ വിശ്വാസം ഇന്ത്യയോട് തന്നെയാണ്. അപ്പം അതൊരു ബേസ് ആണ്. ഇപ്പോൾ ചൈന പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഇടം അഫ്ഗാനിസ്ഥാനാണ്. പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ സൈനിക പവർ കൂടുന്നത് ആയുധബലം വെച്ച് മാത്രമല്ല, അവന്റെ അതിർത്തി കൂടെ നമ്മൾ നോക്കണം. ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 9ഓളം രാജ്യങ്ങൾ അവന്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് അത്രയും രാജ്യങ്ങൾ പങ്കിടുന്നില്ല. പക്ഷെ നമുക്ക് പങ്കിടുന്നതിൽ 2 രാജ്യങ്ങൾ നമ്മുടെ ശത്രുക്കളാണ്. നമുക്കിപ്പോ ഉള്ളത് മാലിദ്വീപ്സ് ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഉണ്ട്. അല്ല, നമ്മുടെ സമുദ്രത്തിൽ അതിർത്തിയുടെ ഭാഗമായിട്ട് അത് വരുന്നുണ്ടല്ലോ, അത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാനിൽ ഒരു അല്പം വരുന്നുണ്ട്, താജിക്കിസ്ഥാൻ. പക്ഷെ POKയുമായി ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. എന്നാൽ പോലും അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് ഇത്രയും അതിർത്തികളേ ഉള്ളൂ. പക്ഷെ മറ്റവർക്ക് അങ്ങനെയല്ല. റഷ്യയുടെ ഒരു ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ അതിർത്തി ഉള്ളത് റഷ്യയുമായിട്ടാണ്. റഷ്യയിൽ തന്നെയുള്ള വിവിധ രാജ്യങ്ങൾ, താജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും അടക്കം. താജിക്കിസ്ഥാനിലാണ് ഇന്ത്യക്ക് നേവൽ ഇതുള്ളത്, ആർമി ബേസ് ഉള്ള സ്ഥലമാണത്. അപ്പൊ അവിടെ ഉണ്ട്. അപ്പൊ എല്ലായിടത്തും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്രയാസകരമാണ്. ഇപ്പൊ ഏറ്റവും കുറവ് അതിർത്തിയുള്ള രാജ്യങ്ങൾക്കായിരിക്കും കുറച്ചുകൂടെ അറ്റാക്കിംഗ് പവർ കൂടുതൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2ഓ 3ഓ അതിർത്തികളുള്ള, അപ്പം എന്ത് പറ്റും ഇവരെല്ലാം ചെയ്യുന്ന കാര്യം ഈ അതിർത്തിയുള്ള രാജ്യങ്ങളെ പിണക്കാതിരിക്കും. കാരണം നമ്മുടെ അയൽക്കാരൻ സ്ട്രോങ് ആണെങ്കിലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അല്ല, നമ്മുടെ നാട്ടിലും വിലയില്ല, വീട്ടിലും പ്രശ്നങ്ങളാണ്, നമ്മുടെ അയൽവക്കത്തും പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കൊരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചൈനയ്ക്ക് മുമ്പ് അങ്ങനെയാണ് ഒരു പണി ചൈനയ്ക്ക് കിട്ടിയത്. കഴിഞ്ഞ യുദ്ധകാലത്ത് ഇന്ത്യ പാക് വാർ നടക്കുമ്പോൾ ചൈന പാകിസ്ഥാനെ സഹായിക്കാൻ ഡയറക്റ്റ് ഇന്ത്യയുമായിട്ട്, കാരണം ആ സമയത്തൊക്കെ ഇന്ത്യ ചൈന ബന്ധം വളരെ വഷളായിരിക്കുന്ന സമയമായിരുന്നു അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അന്നേരം ചൈന നേരിട്ട് തന്നെ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ആ സമയത്ത് റഷ്യയും ചൈനയും തമ്മിൽ ഈ അതിർത്തി സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന സമയമാണ്. അന്ന് റഷ്യ അവരുടെ സൈന്യത്തെ ഈ ചൈനയുടെ അതിർത്തിയിലേക്ക് നീക്കി. അപ്പോൾ ചൈനക്കാർ കരുതി റഷ്യ ചിലപ്പോൾ കയറിയേക്കും എന്ന് ഭയന്നത് കൊണ്ട് ഇവരുടെ കംപ്ലീറ്റ് സൈന്യത്തെ ആ മേഖലയിൽ വിന്യസിക്കുക ചെയ്തത്. അങ്ങനെയാണ് അവർ അതിൽ ഇടപെടാതിരുന്നത്. അത് റഷ്യയുടെ ഒരു ബുദ്ധി കൂടി ആയിരുന്നു എന്നാണ് പിൽക്കാലത്ത് പലരും എഴുതിയിരിക്കുന്നത്. കാരണം ഇന്ത്യ ആവശ്യപ്പെട്ടപ്പോഴത്തേനും ചെയ്യാൻ അതേ പറ്റുമായിരുന്നുള്ളൂ. അതായത് ഇപ്പം ഒരാൾ ചൈന സഹായിക്കാൻ പോകുന്ന ചൈനയുടെ അതിർത്തിയിലേക്ക് റഷ്യ പട്ടാളം കൂടുതൽ നീങ്ങിക്കഴിഞ്ഞാൽ സാഹചര്യം അനുസരിച്ചുണ്ടല്ലോ, ഇന്ത്യ എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടാൽ റഷ്യക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റഷ്യയിൽ തന്നെ വലിയ പ്രതിസന്ധി, റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നു.
അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യമല്ലേ? അല്ല അതല്ല ഞാൻ പഴയ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അന്ന് മനസ്സിലായി മനസ്സിലായി. അങ്ങനെയായിരുന്നു. ഓരോ ആ, സമയത്തും ഒരു ഇപ്പോ ഇപ്പോഴത്തെ ഈ പ്രധാനമായിട്ടും ഞാൻ ചോദ്യത്തിലൊക്കെ ചോദിക്കുന്നത്, തന്നെ റഷ്യ പറഞ്ഞാലാണ് ചൈന കേൾക്കുന്നത് എന്ന് ബിജുചേട്ടൻ പറഞ്ഞല്ലോ. റഷ്യ പറഞ്ഞാൽ ചൈന എന്തായാലും കേൾക്കും. ആ റഷ്യക്ക് ഇപ്പോഴും ആ വോയിസ് ഉണ്ടോ? ഉണ്ട്. റഷ്യക്ക് വോയിസ് ഇല്ലാതൊന്നുമില്ല. റഷ്യക്ക് നല്ല ഉം, വോയിസ് തന്നെ ഉണ്ട്. അവര് ലോകത്തെ ശക്തമായിട്ട് ഒരു രാജ്യം തന്നെയാണ്. സാമ്പത്തിക അല്പം കുറവ് വന്നുള്ളൂ. നമ്മൾ പറയത്തില്ല, ആന മുറിഞ്ഞാരും തൊഴുത്തി കെട്ടത്തില്ലല്ലോ. അവർക്കിപ്പോ ഉം, അല്പം ഉം, ക്ഷീണം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രവുമല്ല, ഈ ചൈനയുടെ യുദ്ധോപകരണങ്ങളും ചില കാര്യങ്ങളും വാങ്ങുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെയും ലക്ഷ്യം കച്ചവടം തന്നെയാണ്. അത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത് മാത്രമല്ല, ചൈനയ്ക്ക് നന്നായി അറിയാം ഈ ലോകത്ത് റഷ്യ കൂടി അവരുടെ ഭാഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി ചൈന ഒറ്റപ്പെട്ടു പോവുകയുള്ളൂ. കാരണം ഓൾറെഡി തന്നെ ഈ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചൈനയ്ക്കെതിരാണ്. പിന്നെ അവർക്ക് ഏത് രാജ്യമാണ് സപ്പോർട്ടായിട്ടുള്ളത്? ഈ റഷ്യ ഉള്ളത് കൊണ്ട് മാത്രമാണ് പലയിടത്തും ചൈനയ്ക്ക് സപ്പോർട്ടായിട്ട് റഷ്യ വരുന്നത്. ഇന്ത്യക്കും അങ്ങനെ തന്നെയാണ്. റഷ്യ ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഉം, കാര്യം പരിതാപകരമായി പോയത്. ഈ ട്രംപിനെയും അമേരിക്കയും നമുക്ക് നമ്പി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ചൈന. അതുകൊണ്ട് റഷ്യ പറഞ്ഞാൽ ചൈന കേൾക്കാതിരിക്കുകയൊന്നുമില്ല. കാരണം അതിൻ്റെതായ നീക്കങ്ങളുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായിട്ട് ചൈനയ്ക്ക് അതേ ചെയ്യാൻ പറ്റൂ. കാരണം അവരുടെ ഒരു പാർട്ണറാണ്. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പാകിസ്ഥാനിലെ ജനങ്ങളെ ഇപ്പൊ പാനിക്കാണ്, വളരെ പരിഭ്രാന്തരാണ് അവർ, എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി. അപ്പോ അവരുടെ മനസ്സൊന്ന് കൂളാക്കാൻ കൂടി വേണ്ടി ആയിരിക്കണം ചൈന ഒരു പരസ്യമായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക്, ഒരു ഭരണകൂടത്തിന് എത്രയെന്ന് പറഞ്ഞ് ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയും. അപ്പം ഇത് അതെ അതെ. വരുമ്പോ അവരുണ്ട് നമ്മുടെ കൂടെ. പിന്നെ തുർക്കി വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ വരുന്ന വാർത്തകളൊന്നും അത്ര കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് അറിയില്ല. കാരണം തുർക്കിയുടെ വിമാനങ്ങൾ വരുന്നുണ്ട്, ഈ ആയുധങ്ങൾ ഇറക്കുന്നുണ്ട് എന്നൊക്കെ നമ്മളൊക്കെ വാർത്തകൾ കാണുന്നുണ്ട്. അതൊന്നും ഒരു കറക്റ്റ് വാർത്തകളല്ല. എന്നാൽ പിന്നെ ചില ഡിജിറ്റൽ തെളിവുകളൊക്കെ വെച്ചിട്ടാണ്, ഈ ഡിജിറ്റൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ ആയിട്ടാണ്. പക്ഷെ വരുന്നതെല്ലാം മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെയാണ്, നാഷണൽ ലെവലായാലും ഇന്റർനാഷണൽ ലെവലായാലും ഒക്കെ ഇങ്ങനെ വരുന്നത്. അത് അതെ. സ്വാഭാവികം മാത്രമാണ്. കാരണം തുർക്കിയുമായിട്ട് ഈ അടുത്ത് പാകിസ്ഥാൻ ഈ സൈനിക കരാർ ഒപ്പിട്ടിരുന്നു. അതിനകത്ത് വലിയ ഉം, എതിർപ്പ് ചൈനയ്ക്കുണ്ട്. കാരണം തുർക്കി ഒരു നാറ്റോ രാജ്യമാണ്. അപ്പം തുർക്കിയുടെ കയ്യിൽ നിന്ന് ഇവര് ആയുധങ്ങളും മറ്റുമൊക്കെ ഈ പാകിസ്ഥാൻ വാങ്ങി. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് തുർക്കിയുടെ നിന്ന് വാങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാന്റെ ഉം, പ്രത്യേകിച്ച് പൈസയൊന്നും ഇല്ല കൊടുക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് ചൈനയ്ക്ക് ഒരു കലിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ചൈന ടോട്ടലി അവരുടെ ഒരു ബേസിക് നേച്ചർ തന്നെ ഒരു ചതിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് ഇപ്പൊ ഈ ഉം, പാകിസ്ഥാന്റെ കൂടെ ഉണ്ടാകും എന്ന് പറയുകയും അവസരം വരുമ്പോൾ അത് പിന്മാറുകയും ചെയ്യാനൊരു സാഹചര്യമാണ് കാണുന്നത്. കാരണം ഈ ശ്രീലങ്കയിൽ നമ്മളത് കണ്ടതാണ്. ഈ അമ്പൻതോട്ട തുറമുഖം മുഴുവൻ എടുത്തിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, എന്തിനും കാണുമെന്ന് പറഞ്ഞു. അവസാനം ഉം. അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ കണ്ടം വഴി ഓടിയിട്ട് പൊടി പോലും പിന്നെ ചൈനയെ കണ്ടിട്ടില്ല നമ്മള്. കാരണം അതാ ഞാൻ ശരിയാ. പറഞ്ഞത്, ഒരു അപകടത്തിലേക്ക് ചെന്ന് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അങ്ങനെയാണ്. ഒരുത്തിനെ പിടിച്ച് തള്ളി ഒരു തീക്കകത്തിടുക, അത് കണ്ട് രസിക്കുക ഉം, എന്നുള്ളതാണ്. ചുമ്മാ വരുന്ന സെലൻസ്കിയെ പിടിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടിറക്കി. ഇന്ന് ആ പുള്ളിക്കാരൻ അനുഭവിക്കുന്ന അനുഭവം യുക്രൈൻ എന്ന രാജ്യം അനുഭവിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ ഉം, രീതി. പിന്നെ ഇസ്രായേൽ ഹമാസ് ഇതിന്റെ ആ സംഘർഷത്തെ കുറിച്ച് നമുക്ക് ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഉം, ഉം, കാരണം അത് ഓൾറെഡി അവര് പിന്നെന്താണ് പരമ്പരാഗതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കൂട്ടരാണ്. അപ്പൊ പിന്നെ അതും അതെ. ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലോകത്ത് എവിടെയെങ്കിലും സംഘർഷം നടക്കുമ്പോൾ ആരുടെങ്കിലും വാക്ക് കേട്ട് ചാടരുത്. ഇന്നിപ്പോ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്? അതായത് ഞങ്ങളെ കൊണ്ട് ഈ തീവ്രവാദം മുഴുവൻ ചെയ്യിക്കുകയായിരുന്നു യൂറോപ്യൻസ് എന്ന് അവർ പറയേണ്ടി ഉം, വന്നത് ഉം, എന്തുകൊണ്ടാണ്? അവരൊരു വലിയ പ്രതിസന്ധിക്കാണ്. പാകിസ്ഥാൻ നന്നായിട്ട് അറിയാം ഇപ്പൊ ഈ ചൈനയുടെ വാക്ക് കേട്ടു. പിന്നെ അവിടുത്തെ പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതിനകത്ത് ഈ കരസേനാ മേധാവി അയാൾക്ക് അധികാരഭ്രാന്തനാണ്. അതിനെതിരെ പാകിസ്ഥാനിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അയാളുടെ ചില നയങ്ങളാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന്. ഈ ഷഹബാസ് ഷെരീഫിനെയൊക്കെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വെറും ഡെമ്മികൾ മാത്രമാണ്. അവിടെ ഇങ്ങനെ കപ്പാസിറ്റി ഉള്ള പ്രധാനമന്ത്രിമാര് വളരെ കുറവായിരുന്നു. നവാസ് ഷെരീഫിനെ പോലുള്ള കുറച്ചുപേര് മാത്രമാണ് അല്പമെങ്കിലും ഒരു ഇന്റർനാഷണൽ തലത്തിൽ ഒന്ന് അറിയപ്പെട്ട ഒരു പ്രധാനമന്ത്രി. ഈ ഷഹബാസ് ഷെരീഫിന്റെ ഒക്കെ പേര് തന്നെ വല്ലപ്പോഴും കേൾക്കുന്നത്. പുള്ളി അതെ അതെ പ്രത്യക്ഷപ്പെടുന്നത് തന്നെ അതെ. വല്ലപ്പോഴും, ചാനലിലാണെങ്കിലും വിഷ്വലി ആണെങ്കിലും ഒക്കെ. അപ്പോ ഒരു തിരിച്ചടി എന്തായാലും ഉണ്ടാകും. ഏതായാലും ചൈനയും നന്നായി ഭയക്കുന്നുണ്ട്. കാരണം ചൈന ഒരു ഓപ്പൺ ആയിട്ട് പാകിസ്ഥാനെ ഇത് ചെയ്യാൻ പോയാൽ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ഓൾറെഡി ഉം, തന്നെ അഫ്ഗാനിസ്ഥാനിൽ അവർക്ക് ബേസ് ഉണ്ട്. അമേരിക്കയ്ക്ക് അവരുടെ വിമാനത്താവളങ്ങളും മറ്റും ഉള്ളതുണ്ട്, ഒന്ന്. രണ്ട്, ഇന്ത്യ കൂടെ അതിനൊരു അമേരിക്കയെ വെൽക്കം ചെയ്ത് കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് ഒരു തലവേദനയായിട്ട് മാറും. ചൈനയ്ക്ക് നന്നായിട്ടറിയാം. അപ്പൊ അതിനൊന്നും ചൈന മെനക്കെടില്ല. അത് മാത്രമല്ല, പാകിസ്ഥാനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് കൊടുത്തതിന്റെ പൈസ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഇന്നലത്തെ ഉം, ഈ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, 12 അന്തർവാഹിനികൾക്ക് ഓർഡർ കൊടുത്തിട്ട് ആകെ 2 എണ്ണമാണ് കിട്ടിയത്. ബാക്കി കിട്ടാത്തതിന് കാരണം പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ചൈനയുടെ വാക്ക് കേട്ട് ഇതിനകത്തൊന്നും ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ ചൈന എന്നും പറയും, ഇതിന്റെ അപ്പുറത്തേതും പറയും. കാരണം എല്ലാവർക്കും അവരവരുടെ രാജ്യം സേഫ് ആകണമെന്ന് മാത്രമല്ല, ആർക്കും യുദ്ധത്തിൽ പോകാൻ താല്പര്യമേ ഇല്ല. നമുക്ക് പണം കിട്ടണം, അത്രേ മാത്രമേ ഉള്ളൂ. റഷ്യ പിന്നെ എക്കാലവും ഇന്ത്യയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. അത് എക്കാലവും തുടരുക തന്നെ ചെയ്യും.
അപ്പൊ ഇതിപ്പോ ഓക്കെ. ഡീൽ നിങ്ങൾ ഇന്നലെ തന്നെ അതിന്റെ ഒരു ഡീലിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാകും. ചൈന ഒന്നും പ്രത്യക്ഷത്തിൽ വരത്തില്ല. ഇത് ഇന്ത്യ പാകിസ്ഥാൻ നമ്മുടെ അടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരടി. അത് പല ടൈമിലായിട്ട് പലയിടങ്ങളിൽ സ്ഫോടനം നടക്കും, അത്രയേ ഉള്ളൂ. താങ്ക് യു ബിജു ചേട്ടാ. താങ്ക് യു സോ മച്ച്.